السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أبي عبيدة بن الجراح رضي الله عنه أنه كان يسير في الجيش وهو يقول: മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മഹാനവർകൾ സൈന്യത്തിലൂടെ ഇങ്ങനെ നടക്കും. ഏതവസ്ഥയിൽ മഹാനവർകൾ പറഞ്ഞുകൊണ്ട് നടക്കും: അലാ റുബ്ബ മുബയ്യിദിൻ ലിസിയാബിഹി മുദന്നിസിൻ ലിദീനിഹി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സൈന്യത്തിനിടയിലൂടെ ഇങ്ങനെ നടന്ന് മഹാനവർകൾ പറയാണ്: എത്ര ആളുകൾ അവരുടെ വസ്ത്രത്തെ വെളുപ്പിക്കുന്നു, വസ്ത്രത്തെ വെളുപ്പുള്ളതാക്കും. മുദന്നിസിൻ ലിദീനിഹി, തന്റെ ദീനിനെ അഴുക്കാക്കും. അങ്ങനെയുള്ള എത്ര ആളുകൾ നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച് നല്ല വെടിപ്പായ രീതിയിൽ അലക്കി തേച്ച് മിനുക്കി നടക്കുന്ന ആളുകൾ പുറം വളരെ ഉഷാറാണ്. അതേസമയം അവർ അവരുടെ ദീനിനെ അഴുക്കു പുരട്ടുന്നു, ചെളി പുരട്ടുന്നു, ചെളിയാക്കുന്നു, ദീനിന് ചെളി വാരിത്തേക്ക്. അങ്ങനെ കുറെ ആളുകൾ. അലാ റുബ്ബ മുഖ്രിമിൻ ലിനഫ്സിഹി വഹുവ ലഹാ മുഹീൻ. എത്ര ആളുകൾ അവർ തങ്ങളുടെ ശരീരത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഏതവസ്ഥയിൽ സത്യത്തിൽ അവൻ അതിനെ നിന്ദിക്കുന്നവനാണ്. അങ്ങനെ കുറെ ആളുകൾ. അതെങ്ങനെ? ശരീരത്തെ ബഹുമാനിക്കുക, സ്വന്തത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ ബിമുതാബഅത്തി ഹവാഹാ, അതിന്റെ തടീച്ചക്ക്, അതിന്റെ ഇച്ഛകൾക്ക് വഴിപ്പെടൽ കൊണ്ട് ശരീരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? സാധിച്ചു കൊടുക്കുക. സുബഹി വാങ്ക് വിളിക്കുന്ന സമയത്ത് ഉറങ്ങാൻ നല്ല സുഖം. അപ്പൊ അത് ശരീരത്തിന്റെ ഒരു പ്രേരണയാണ്. ഉറങ്ങാം, നല്ല സുഖമുണ്ട്. അപ്പൊ അതിനെ പിൻപറ്റുക, തടീച്ചയെ പിൻപറ്റുക. ശരീരത്തിന് അതിന്റെ ആഗ്രഹങ്ങളെ എത്തിച്ചു കൊടുക്കുക. ശരീരം ആഗ്രഹിക്കുന്ന കുറെ സംഗതികൾ ഉണ്ടാവുമല്ലോ. ശറഅ് നിഷിദ്ധാക്കിയ സംഗതികളായിരിക്കും അതൊക്കെ ആഗ്രഹിക്കുക. അപ്പൊ അതൊക്കെ സാധിച്ചു കൊടുക്കുക. അതിന്റെ വൈകാരികമായ ചിന്തകളെ ഒക്കെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആഗ്രഹിക്കുന്ന രീതിയിൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ശരീരത്തെ പ്രത്യക്ഷത്തിൽ മാനിക്കുന്നു, എന്നാൽ അവൻ അതിനെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാ തടീച്ചയെ പിൻപറ്റിയ, തടി ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക. നൂനുൽ ഹവാനി മിനൽ ഹവാ മസൂഖത്തുൻ ഫഅസീറു കുല്ലി ഹവാ അസീറു ഹവാനി. ഹവാൻ എന്ന് അറബിയിൽ പറഞ്ഞാൽ നിന്ദ്യത, താഴ്ച, നിസ്സാരത എന്നാണ് അർത്ഥം. ആ ഹവാൻ എന്നതിലെ നൂനുണ്ടല്ലോ, ഹവാൻ, അത് ഹവയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ്. ഫഅസീറു കുല്ലി ഹവാ അസീറു ഹവാനി. ഹവ എന്ന് പറഞ്ഞ തടീച്ച, ദേഹേച്ഛ. അപ്പൊ ദേഹേച്ഛയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ആ നൂന്. അപ്പൊ തടീച്ചക്ക് വഴിപ്പെട്ടവരൊക്കെ ഒന്നിനും കൊള്ളാത്തവനാണ്. ശരീരത്തെ ഒതുക്കി നിർത്താൻ കഴിയണം. മറ്റുള്ളവരൊക്കെ കിടന്നുറക്കുന്ന സമയത്ത് നമുക്ക് കിടന്നുറക്കാൻ ആഗ്രഹമില്ലേ? മറ്റുള്ളവരൊക്കെ അന്യപെണ്ണുമായി ചാറ്റുമ്പോഴും അവളിലേക്ക് നോക്കുമ്പോഴും അവളുമായിട്ട് മറ്റു കാര്യങ്ങൾ നടത്തുമ്പോഴൊക്കെ ശരീരം അതിനെ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ അതിനെ തടഞ്ഞു വെക്കുന്നു. അതാ വ്യത്യാസം. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ. അപ്പൊ ശരീരത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് തടീച്ചയെ പിൻപറ്റുക, അതിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. നല്ല മുന്തിയ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ കൊടുത്ത്, പാനീയങ്ങൾ കൊടുത്ത്, വ്യത്യസ്തങ്ങളായ നല്ല അഴകുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച്, വാഹനങ്ങളൊക്കെ പിടിപ്പിച്ച്, അങ്ങനെ. അതാ വഹുവ ലഹാ മുഹീൻ ഫഇന്ന ദാലിക യുബ്ഇദുഹു അനില്ലാഹി വയൂജിബു ഹിർമാനഹു. അതെ, അതാ അവൻ അല്ലാഹുവിനെ തൊട്ട് അവൻ അകറ്റിക്കളയല്ലേ. അങ്ങനെ കുറെ ആൾക്കാർ. ശേഷം മഹാനവറുകൾ പറഞ്ഞു: അലാ ബാദിറു സയ്യിആത്തിൽ ഖദീമാത്തി ബിൽ ഹസനാത്തിൽ ഹദീസാത്ത്. പഴയ ദുഷ്പ്രവർത്തികൾ, ചീത്ത പ്രവർത്തികൾ, അവകൾക്ക് നിങ്ങൾ ഉളരുക. ബിൽ ഹസനാത്തിൽ ഹദീസാത്ത്. എന്തുകൊണ്ട്? പുതിയ നല്ല സുഹൃതങ്ങളെ കൊണ്ട്. ഫലൗ അന്ന അഹദകും അസഅ മാ ബൈന അസ്സമാഇ വൽ അർദ്.
നിങ്ങളിൽ ഒരാൾ ആകാശഭൂമികൾക്കിടയിലുള്ള അത്ര വേണ്ടാത്തരങ്ങൾ ചെയ്തു, ചീത്ത പ്രവർത്തിച്ചു, തുമ്മ അമില ഹസനത്തൻ, പിന്നെ ഒരു നന്മ ചെയ്താൽ ലഅലത്ത് സയ്യിആതിഹി ഹത്താ തത്ഹറഹുന്ന, അത് ആ നന്മ അവന്റെ ചീത്തകളെ മറികടക്കും, അവകൾക്ക് മേലെയാകും, അതിജയിക്കും, അവകളെ ഒതുക്കി കീഴ്പ്പെടുത്തുന്നത് വരെ. അതാണ് ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, സുഹൃതങ്ങൾ ചീത്തകളെ കൊണ്ടുപോകുന്നതാണ്. എന്തെങ്കിലൊക്കെ ഒരു ദോഷം ചെയ്താല് നമ്മൾ അതിന്റെ ജിൻസിൽപ്പെട്ട ത്വാഅത്ത് തന്നെ ചെയ്യാൻ ഇമാമുകൾ പറഞ്ഞില്ലേ. എന്തെങ്കിലും ഒരു ദോഷം ചെയ്താൽ ഏതൊരു ദോഷത്തിനും അതിന്റെ വർഗത്തിൽപ്പെട്ട ഒരു സുഹൃതം ഉണ്ടാവും, അത് ചെയ്യാം. ഒരു ദോഷം ചെയ്താൽ ഒരു ഹസനത്തിനെ തുടർത്തുക, അപ്പൊ ആ നന്മ ആ തിന്മയെ മായിച്ചു കളയും. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. ഇതെല്ലാം ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.